അസ്സലാമു അലൈക്കും. മാന്യ സഹോദരന്മാരെ, സഹോദരികളെ, ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷുറുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ഇൻഷുർ ഒരു നല്ലൊരു വിഷയമാണ്. അതിലേക്കൊരു ഇസ്ലാമിക രീതിയുടെ ചർച്ചകളും ആവശ്യം തന്നെയാണ്. ആയതിൻ്റെ പേരിലാണ് ഞാൻ ഈ അവസരത്തിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം പലവരും ഇതിനെപ്പറ്റിയിട്ട് പ്രാസംഗികന്മാരും പണ്ഡിതന്മാരും ചില അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട്. അത് ഏതായിരുന്നാലും നമുക്കൊന്ന് ഞാൻ മനസ്സിലാക്കിയ രൂപങ്ങളൊന്ന് ഞാൻ വിശദീകരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ഏത് രൂപത്തിൽ ഞാൻ അവതരിപ്പിക്കുക എന്നുള്ളത് ഷർഹിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമുക്ക് അള്ളാഹുവിന് വിപരീതമായിട്ടുള്ള അല്ലെങ്കിൽ പ്രവാചകൻ്റെ ചര്യയ്ക്ക് വിപരീതമായിട്ടുള്ള ഒരു നിലപാട് നമുക്ക് പാടുള്ളതല്ല. അത് നാം ആദ്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. പക്ഷേ ഞാനിപ്പോൾ സംസാരിക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ തുടക്കം തിരിച്ചാണ് ഞാൻ കുറച്ച് സമയം സംസാരിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ പൂർണ്ണമായി കേൾക്കണം. എന്നാണെങ്കിൽ മാത്രമേ അതിൻ്റെ യഥാർത്ഥ രൂപം മനസ്സിലാക്കാൻ പറ്റും. ലാസ്റ്റ് വരെ കേൾക്കണം. കേട്ടിട്ട് ആദ്യം ഫസ്റ്റ് ഭാഗം മാത്രം കേട്ടിട്ട് അവിടെ നിർത്തലാക്കരുത്. അതായത് ഇൻഷുർ എന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള ഇൻഷുറുണ്ട്. ആരോഗ്യ ഇൻഷുറൻസാണ് ആദ്യമായിട്ട് നമ്മൾക്ക്. ഒരു വ്യക്തിയുടെ ആരോഗ്യം എന്ന് പറയുന്നത് നല്ലൊരു വിഷയമാണല്ലോ. ഇന്ന് നമ്മുടെ നാട്ടിൽ പല രോഗങ്ങളൊക്കെ ധാരാളക്കണക്കിന് ഇഷ്ടംപോലെ രോഗങ്ങൾ പല നാടുകളിലും വിദേശങ്ങളിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊന്നും ഒരു കുറവല്ല. അപ്പം നമുക്ക് ഇന്ന് സാമ്പത്തിക നിലപാട് കാര്യം പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അതിൻ്റെ നേരിടേണ്ടി വരുന്നുണ്ട്. ഒക്കെ ശരിയാണ്. അപ്പം നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ കാര്യത്തിൽ ഏത് നിലപാട് നമ്മൾ സ്വീകരിക്കണം. ഇപ്പം അതായത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ആരോഗ്യ ഇൻഷുറൻസ് തുടക്കം കുറിച്ച് കഴിഞ്ഞാൽ പിന്നീട് പല ഇൻഷുറൻസുണ്ട്. അതായത് നമ്മളിപ്പം ഒരു വണ്ടി നമ്മൾ ഓടിക്കുന്ന സമയത്ത് അതിന് ഇൻഷുറൻസ് ആവശ്യമാണ്. നമ്മൾ ഒരു പ്രൈവറ്റ് ഏതെങ്കിലും അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലിയിൽ നമ്മൾ ഏർപ്പെട്ടിരുന്ന അവിടെയും ഇൻഷുറൻസ് ആവശ്യമാണ്. അങ്ങനെ പല വിധത്തിൽ ഏത് മേഖല നോക്കിയാലും ഇൻഷുറൻസിൻ്റെ ആവശ്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്നുള്ളത്. അപ്പം നമുക്ക് ഈ ഇൻഷുറൊക്കെ നമ്മൾ ചില ആളുകൾ അത് പലിശയാണ് എന്ന് ചിന്തിരിക്കുന്ന ഒരു നിലപാടുണ്ട്. പക്ഷേ അത് നമുക്കത് പലിശയായിട്ട് നമ്മൾക്ക് അംഗീകരിക്കാൻ പറ്റുകയില്ല. പക്ഷെ അത് ഈ പലിശയായിട്ട് അംഗീകരിക്കുന്ന നിലപാടുണ്ട്. അത് വേറെയുണ്ട് ഇൻഷുർ. പക്ഷേ പലിശ അല്ലാത്ത ഇൻഷുറുകളും ഉണ്ട്. അത് നാം മനസ്സിലാക്കേണ്ടവിടെ. അപ്പോൾ ഏതായാലും ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് പലിശ ഇല്ലാത്ത ഇൻഷുറുകൾ നമ്മൾ അംഗീകരിക്കുക എന്ന് പറയുന്നത് പിന്നീട് ഞാൻ ലാസ്റ്റ് ഭാഗങ്ങൾ പിന്നെ ഒരു കാര്യം എനിക്ക് വിശദീകരിക്കാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ലാസ്റ്റ് വരെ കേൾക്കണം. നമ്മളിപ്പോൾ പലിശ ഇല്ലാത്ത ഇൻഷുർ നമ്മൾക്ക് എല്ലാവരും അങ്ങനെയല്ല. എന്നാലും ഞാൻ പറഞ്ഞു വന്നത് പലിശ, അതായത് ഈ ഇൻഷുറിൻ്റെ കാര്യം നമ്മൾ പലിശയായിട്ട് നമ്മൾ എന്താക്കാൻ പാടില്ല. എല്ലാ ഇൻഷുറല്ല, ചില ഇൻഷുറുകൾ നമ്മൾ പലിശയായിട്ട് അംഗീകരിക്കരുത്. അതാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത്. ലാസ്റ്റ് നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് അതും മനസ്സിലാക്കാം. അപ്പോൾ എന്ന് പറയുമ്പോൾ അതായത് ഇപ്പം നമ്മൾ പലിശനെ പറ്റി എന്താണ് ഇവിടെ മനസ്സിലാക്കിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെയധികം കർശന നിലപാടാണ് ഖുർആൻ കൂടി നമുക്ക് അറിയിച്ചു തന്നിരിക്കുന്നത്. പലിശ പാടില്ല എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയുന്ന കാര്യമാണ്. പ്രമാണം കൊണ്ട് പ്രവാചകൻ്റെ കാലഘട്ടത്തിലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ വളരെയധികം കേട്ടുവരുന്ന സംഭവമാണ്. അതെല്ലാ പണ്ഡിതന്മാരൊക്കെ വിശദീകരിക്കുന്ന കാര്യമാണ് പലിശ എന്ന് സംബന്ധമായിട്ട്. പക്ഷേ പലിശ എന്താണെന്ന് നമ്മളിവിടെ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. എന്താണ് ഈ പലിശ എന്ന് പറഞ്ഞാൽ? പലിശ എന്ന് പറഞ്ഞാൽ പല മേഖലയിലും പലിശ നടത്തി. പലിശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള പലിശ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ പ്രയാസപ്പെടുത്തുന്ന പലിശയുണ്ട്. മനസ്സിലായില്ലേ? മനുഷ്യന് ഏതെല്ലാം അതായത് ശുദ്ധിക്ക് പറഞ്ഞാൽ നമുക്കിവിടെ ഒരു പാവപ്പെട്ടവന് പല കാരണത്താലും വിഷമില്ല, അവന് സാമ്പത്തികമായി നേട്ടില്ല, ചില വീടുകളില്ലാത്ത അവസ്ഥ വരുമ്പോൾ അവനിക്ക് സാമ്പത്തികമായിട്ട് ഞെരുക്കമുണ്ടാകും, വിഷമമുണ്ടാകും. ആ സമയത്ത് എന്താക്കും, ചില ആളുകൾ പൈസക്കും വേണ്ടിയിട്ട് നമ്മൾ മറ്റുള്ള എവിടുന്നാണ് ഈ പൈസ നമ്മൾ കിട്ടുമെന്നുള്ള ആലോചന നടത്തിയിട്ട് ചില ആളുകൾ വ്യക്തികൾ എടുത്തോ പലിശക്ക് ഇങ്ങനെ കൊടുക്കുന്നവരാണ് തെരഞ്ഞു പിടിച്ച് അല്ലെങ്കിൽ ബാങ്കിലേക്ക് പോയി ലോണുകൾ എടുത്ത് ഇങ്ങനെയൊക്കെ അതായത് അപ്പോൾ നമ്മുടെ രോഗശമനത്തിന് വേണ്ടിയിട്ടും ചിലപ്പം സംഭവിക്കും. ജീവിതത്തിന് ജീവിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വലിയ നമുക്ക് പലിശക്കൊന്നും എടുക്കേണ്ടതില്ല. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ചെറുങ്ങനെ ജീവിക്കാൻ വെച്ചാൽ നമുക്ക് ജീവിക്കാം. അതൊരു വേറെ വിഷയം, അതൊന്നും ഇപ്പോൾ വിശദീകരിക്കാൻ സമയമില്ല. എങ്കിലും അതായത് ഈ പലിശ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇങ്ങനെയുള്ളൊരു പ്രയാസഘട്ടങ്ങളിൽ
കടം കൊണ്ട് ബലപ്പെട്ടു, അല്ലെങ്കിൽ അതല്ലെങ്കിൽ നമുക്ക് ചെറിയൊരു ഭവനം ഉണ്ടാകും, ഭവനമില്ല. അപ്പം നമ്മൾ എന്താക്കും, മറ്റുള്ളവരെ സമീപിക്കും. അപ്പോൾ സമീപിക്കുന്ന സമയത്ത് അവരാണ് ഇതിൻ്റെ യഥാർത്ഥ പലിശ എന്ന് പറഞ്ഞാൽ അവരെ സമീപിക്കുമ്പോൾ അവർ നമ്മളിൽ നിന്ന് ഇങ്ങോട്ട് ഒരു തുക ഈടാക്കുന്നു. അതാണ് പലിശ. അവരെന്താക്കുന്നത്, ഇത്ര പൈസ നിങ്ങൾക്ക് തരാം, ഇന്ന മാസത്തിൽ ഇത്ര, അല്ലെങ്കിൽ ഗഡുക്കളായി അടക്കണം, ഇന്ന രൂപത്തിൽ അടക്കണം, അത് പലിശയോടൊപ്പം തന്നെ അവർ വിശദീകരിച്ച് തന്ന് അതൊക്കെ നമുക്ക് വ്യക്തികളായിരുന്നാലും ഇനി ബാങ്ക് ലോണായിരുന്നാലും ഒക്കെ നമുക്ക് വിശദീകരിച്ച് തരും. അപ്പോൾ എന്നിട്ട് ആ പലിശയ്ക്ക് നമ്മളെന്താവുന്നു, നിർബന്ധിതാവുന്നു. അവിടെയാണ് ഇതിൻ്റെ സ്ട്രോങ് എടുക്കുന്നത്. ആ ഒരു കാര്യത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു വിഷമിക്കുന്ന മനുഷ്യ സമൂഹത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ ആപൽഘട്ടം വന്നു കഴിഞ്ഞാൽ, ഈ രാജ്യത്ത് ധാരാളക്കണക്കിന് പണക്കാരുണ്ട്, സമ്പന്നരുണ്ട്. അതേസമയത്ത് പാപങ്ങൾക്ക് സക്കാത്തൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഇവിടുത്തെ ഏകദേശം പാപങ്ങൾ ഇല്ലാതായിത്തീരും. അങ്ങനത്തെ കോടീശ്വരന്മാർ എന്ത് ചെയ്യേണ്ടത്? ഇവരെ പണം ഇവർ ഈ കഴിവുള്ളവരും മറ്റുള്ളവരെ പാപങ്ങൾ ആ രൂപത്തിൽ സഹായിക്കുന്നവരുണ്ട്. ഇപ്പം അത് പക്ഷേ എങ്കിലും അതിൻ്റെ യഥാർത്ഥ നല്ല സമ്പന്നരായ ആളുകൾ പൂർണ്ണമായിട്ട് ഏത് രൂപത്തിൽ സഹായിക്കട്ടെ, എങ്ങനെ കൊടുക്കാമെന്നും അവർ നിലപാടില്ല. അങ്ങനെ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. 10-20 ആൾക്കാർ കൊടുക്കുന്നവർ ഒക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഈ സമയത്താണ് ഈ പൈസ കഴിവുള്ളവർ ഇവരിൽ നിന്ന് പൈസ, അതാണ് അതിഭയങ്കരമായ പലിശ എന്ന് പറഞ്ഞാൽ. ആ പലിശ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഹൃദയത്തെ മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന, അതായത് മനുഷ്യനെ പ്രയാസപ്പെടുത്തുന്ന, അതാണ് പലിശ. ഈ പലിശ നമുക്ക് ഗഡുക്കളായി അടയ്ക്കാൻ പറ്റിയിട്ടില്ല. എന്ത് മനുഷ്യൻ ചെയ്യരുത്. ഇപ്പം ബാങ്കിൽ ഇപ്പം വീടുകൾ ഉണ്ടാക്കാൻ വേണ്ടി പല ആളുകൾ, പക്ഷെ അത് തീരെ നമ്മൾ ഇന്നത്തെ നാട്ടിൽ വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു വല്ലാത്ത ഒരു ആവേശം. എന്തെന്ന് പറയേണ്ടത്, അത് ഒരു ആവശ്യം അനുസരിച്ചിട്ട് നമ്മൾക്ക് ചെറിയൊരു വീടുണ്ടാക്കി താമസിക്കാൻ വെച്ചാൽ സാധിക്കും. അതിനൊക്കെ വേണ്ടിയിട്ട് പോയിട്ട് ലോൺ എടുക്കാം. അപ്പം നമ്മളിപ്പം വിഷമിക്കുന്ന വിഷയം ഞാൻ വിശ്വസിച്ചു. അപ്പോൾ ചില ആൾ ചോദിക്കും, എന്നാൽ ബാങ്കിലെല്ലാം നമ്മളിപ്പം പൈസ ഡിപ്പോസിറ്റ് ചെയ്താൽ അവരെ വിഷമിക്കുന്നുണ്ട്, അവർക്ക് നമുക്ക് പലിശ തരുന്നില്ലേ, ഇങ്ങോട്ടല്ലേ തരുന്നത്. അപ്പോൾ അല്ലെങ്കിൽ വിഷമത്തിൻ്റെ ഭാഗത്ത് അതും വിഷമം തന്നെ. കാരണം ബാങ്കിൽ നമുക്കിപ്പോൾ എവിടുന്ന് പലിശ കിട്ടുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ഓപ്പണായി, അതായത് പോയിട്ട് അവരെ കണ്ട് സംസാരിച്ചാൽ അത് പോയിട്ട് മേടിക്കേണ്ട പ്രശ്നമേ ഉള്ളൂ. അതേസമയം വ്യക്തികളടുത്ത് പോയി നമ്മൾക്ക് മേടിക്കേണ്ട പ്രശ്നമുള്ളൂ. കാരണം അവർക്ക് ലാഭം കിട്ടുന്നുണ്ട്, നമ്മളെ പ്രയാസങ്ങൾ നീങ്ങുന്നുണ്ട്. അപ്പോൾ ആരും എനിക്ക് മടിക്കുകയില്ല. അപ്പം അതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പം ബാങ്കിൽ നിന്ന് എടുത്തായിരുന്നാലും വ്യക്തിയോട് വാങ്ങിയിരുന്നാലും നമ്മൾക്ക് പാവപ്പെട്ടവർക്ക് പ്രയാസം തന്നെയാണ്, അതിന് യാതൊരു സംശയം. അതാണ് പലിശ എന്ന് പറഞ്ഞാൽ. മനസ്സിലായില്ലേ? പലിശ എന്ന് പറഞ്ഞാൽ. പക്ഷെ അതേ സമയത്ത് പലിശ ഇങ്ങനെ വിഷമിപ്പിക്കുന്ന പ്രയാസങ്ങളുണ്ടാകുന്ന കാര്യത്തിൻ്റെ പേരിലാണ് എന്തുകൊണ്ട് നമ്മളെ ഇസ്ലാം വളരെയധികം നിരോധിച്ചിരിക്കുന്നത്. ധാരാളം ഇതുകൊണ്ട് പലതും ഈ പലിശയുടെ കാരണത്താൽ അടക്കാൻ പറ്റാത്ത അവസ്ഥ ആത്മഹത്യത്തിലേക്ക് കൊണ്ടുവരും. ഇതാണ് പലിശയിലുള്ളത്. അതുകൊണ്ടാണ് പലിശ നിരോധിച്ചത് ഇസ്ലാമിൽ. പലിശയ്ക്ക് നമ്മൾ ഒരു തരത്തിലും നമ്മൾ പലിശയ്ക്ക് മേടിക്കാൻ പാടില്ല, കൊടുക്കാൻ പാടില്ല, വാങ്ങാൻ പാടില്ല, അതിൻ്റെ സാക്ഷ്യം നിൽക്കാൻ പാടില്ല, ഒക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞു. അത് നമുക്ക് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇവിടെ ഈ നമ്മുടെ ഇൻഷൂറിൻ്റെ കാര്യത്തെ സംബന്ധിച്ച് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഈ ഇത്തരം ഇൻഷൂറുകൾ നമ്മൾ അത് മനുഷ്യൻ്റെ പെടുത്തരുത്. കാരണം എന്ന് പറഞ്ഞാൽ അത് എന്ന് ആരോഗ്യ ഇൻഷുറൻസ് ആയിരുന്നാലും മറ്റു അതെന്ന് പറഞ്ഞാൽ അത് പലിശൻ്റെ നിലപാടല്ല. അതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു വണ്ടിയിൽ എന്തെങ്കിലും നമ്മൾ ഇൻഷുർ എടുക്കുന്നത് നിർബന്ധമാണ്. നമുക്ക് എടുക്കാതിരിക്കാൻ കഴിയില്ല. ഇനി ജോലി ചെയ്യുന്ന ചില വലിയ വലിയ ഗവൺമെൻറ് കമ്പനിയായാലും പ്രൈവറ്റ് കമ്പനി അത് നിർത്തിയ കമ്പനി അത് എടുക്കാതിരിക്കാൻ പിന്നെ നമുക്ക് ജോലി ഇങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ നമുക്ക് എടുക്കുന്നതുകൊണ്ട് യാതൊരു തെറ്റ് വരുന്നില്ല. അങ്ങനെ പല വിഷയത്തിലും ഇത് സംബന്ധമായി വണ്ടി എടുക്കുന്ന സമയത്തും പല രൂപത്തിലും എന്താക്കേണ്ടി വരും, നിർബന്ധിതാവസ്ഥയിൽ നമുക്ക് എടുക്കേണ്ടി വരും. ആ ഒരു രംഗം നിർബന്ധിതാവസ്ഥ നമുക്ക് എടുത്തേ തീരൂ. അങ്ങനെയുള്ള അത് പൈസ അവർ നമ്മളിപ്പം എന്തോ തുക അടച്ച് കൊടുത്ത് അത് ഇങ്ങോട്ട് നമുക്ക് എന്താക്കുന്നു, അതിൻ്റേതായിരിക്കുന്ന ആ നാശനഷ്ടങ്ങളും മറ്റോ രോഗം കാര്യമോ മറ്റോ ഒന്നും നമുക്ക് ഇങ്ങോട്ട് തരുന്നത്. എന്നാലും നമ്മളോട് അവർ കമ്പൽസറി ആയിട്ട് പോയിട്ട് നമുക്ക് ഞാൻ ഇത്ര പൈസ അവിടെ ഇത്ര പൈസ നിങ്ങൾക്ക് നമുക്ക് എന്നൊന്നും നമ്മൾ പറയുന്നത് അവർ സ്വന്തം ഇഷ്ടത്തിൽ നമുക്ക് തരുന്നതാണ്. അതൊരു അതായത് അതൊരു മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ തീരാനുള്ള ഒരു വഴിയും കൂടിയാണത്. അതാണ് ഞാൻ മനസ്സിലാക്കി. പിന്നെ മറ്റൊരു കാര്യം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, അപ്പം ഇത്തരം വിഷയങ്ങൾ നമ്മൾ ഇത് പൂർണ്ണമായിട്ട് നമുക്ക് പ്രമാണം ഖുർആൻ കൊണ്ടോ പിന്നെ സഹിഹ് ഹദീസ് കൊണ്ടോ ഒരു പൂർണ്ണമായ നിലപാട് നമുക്ക് എടുക്കാൻ കഴിയില്ല. ഇതെന്ന് പറഞ്ഞാൽ ഒന്ന് ഇജ്മാഅ്, ഒന്ന് ഖിയാസ്, രണ്ട് പക്ഷങ്ങൾ. അതായത് ഒന്നാം പ്രമാണം ഖുർആൻ, രണ്ടാം പ്രമാണം സഹിഹ് ഹദീസ്, മൂന്നാം പ്രമാണം എന്താണെന്ന് പറഞ്ഞാൽ പിന്നെ
ഇജ്മാഇ എന്ന് പറഞ്ഞാൽ പിന്നെ നാലാം പ്രമാണം ഖിയാസ്. ഇജ്മാഇ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ അതായത് പിന്നെ സംഘടിതമായി പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടി എടുക്കുന്ന തീരുമാനങ്ങൾ. അത് ഖുർആൻ ആ എടുക്കുമ്പോൾ തീരുന്ന സമയത്ത് എന്താക്കും, അവർ ഖുർആനെ കമ്പയർ ചെയ്യും, സയ്യ അജീബേസ് കമ്പയർ ചെയ്യും, ഏതൊരു അത് അവർ ഖിയാസാക്കിയിട്ട് എടുക്കും. ഖിയാസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറയാം, ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ പലിശ നിരോധിച്ചിട്ടുണ്ട് ഇസ്ലാമിൽ. ആ പലിശ ഖുർആനിൽ പലിശ നിരോധിച്ചതേ കാണും എന്നല്ലാതെ പലിശ സംബന്ധമായിട്ട് വരുന്ന ചില മനുഷ്യനെ സംബന്ധിച്ച് കാണും. മറ്റ് പല ഇതുണ്ട് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഉദാഹരണത്തിന് ഇപ്പോൾ കുറികളായിട്ടും മറ്റു പല നിലപാടിലുണ്ട്, അതൊന്നും ഖുർആനിൽ കാണും. അപ്പം അതിനെ പണ്ഡിതന്മാരെന്താക്കുക, അതിനെ ക്യാസാക്കിയിട്ട് എടുക്കും. പണ്ഡിത സംഘങ്ങൾ അതിനെ പറ്റിയിട്ട് ഇജുമാക്കി അതിനെ ക്യാസാക്കിയിട്ട് എടുക്കും. അതേപോലെ തന്നെ കള്ളു കുടിക്കാൻ പാടില്ല എന്ന് ഖുർആനിൽ വ്യക്തമായ നിലപാടുണ്ട്. പക്ഷേ അതേ സമയത്ത് കള്ളുകുടിയെ പല അത് സംബന്ധമായിട്ടുള്ള മനുഷ്യന് അബോധാവസ്ഥയുടെ പല സാധനങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ഖുർആൻ കൊണ്ട് സയ്യാദീസ് കൊണ്ട് ചെയ്യാൻ അവർ പണ്ഡിതന്മാർ ക്യാസാക്കിയിട്ടുണ്ട്. മറ്റൊരു കാര്യം നമ്മളിവിടെ പറയാനുള്ളത്, ഇവിടെ നമ്മളൊന്ന് മനസ്സിലായി ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ നിലപാട് എന്നല്ലാതെ നമ്മളിപ്പം അതിൻ്റെ ഖുർആൻ്റെ ആയത്ത് ഏത് നമ്പർ ഏത്, ഇപ്പം ഈ ഇൻഷുറിൻ്റെ കാര്യത്തിൽ തന്നെ പറയാം, അല്ലെങ്കിൽ സയ്യ ഹദീസ് അതൊന്നും ചോദിച്ച് പറയുമില്ല. ഇത് പറഞ്ഞാൽ പണ്ഡിതന്മാരെടുക്കുന്ന ഇജ്മാ ഖിയാസ് ഈ ഒരു നിലപാടിലാണ് നമ്മൾ ഇപ്പം സംസാരിക്കുന്നത്. അപ്പം എന്ന് പറയുമ്പോൾ പിന്നീട് നമ്മളൊരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇവിടെ നമ്മൾ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവിടെയാണ് വിഷയം. അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ലാസ്റ്റ് വരെ കേൾക്കണമെന്ന്. എന്നാൽ ലാസ്റ്റ് വരെ നിങ്ങൾ കേട്ടാൽ നമ്മൾക്ക് എന്താണ്, നമ്മൾ പറ്റ ഭാഗത്തിൽ ഫസ്റ്റത്തിലേക്ക് നമുക്കെല്ലാം ഇനിയൊന്നും ഇൻഷുറൻസ് പ്രശ്നമില്ല അങ്ങനെ ധരിക്കരുത്. അപ്പം പക്ഷേ ഇവിടെ അതായത് നമ്മൾ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ഉണ്ട്, ധാരാളം ആൾക്കാർക്കുണ്ട്. അള്ളാഹുവിനെ പേടിച്ച് ഭയന്ന് എപ്പോഴും കുറ്റങ്ങളും ചെയ്യാതെ, അതായത് ഖുർആൻ പറഞ്ഞില്ല അവർ ഹീറത്തിലും പലത്തിലും വിജയിച്ചവരാണ്. അതുകൊണ്ട് തഖ്വൻസ് ജീവിക്കുന്നവരാണ്. അവർ ഇഹത്തിലും പലത്തിലും ജീവിക്കാന്ന് പറഞ്ഞാൽ ഇവിടെ കോടിക്കും കൂടി ഉണ്ടാവുന്നതല്ല. പക്ഷെ അവരുടെ ജീവിതത്തിൽ എന്താവില്ല, അള്ളാഹുവിനെ ഭയന്ന് അലാബിരിക്കില്ലായി തത്മൈമിനൽ ഖുലൂബ്, അള്ളാഹുവിനെ ധ്യാനിക്കുന്നതിലാണ് അവർക്ക് സമാധാനം. അങ്ങനെ ജീവിക്കുന്നവർക്ക് എന്തുണ്ട്, അവർക്ക് ഒരു പ്രയാസം ഉണ്ടാവില്ല. നാളെ പല്ലോകത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ രക്ഷിക്കും. അവിടെയും 2 ദിവസത്തിന് അവർക്ക് വിജയിക്കാം. ഇതാണ് ഒരു ഔലിയാനെ പറ്റിയിട്ട് പറയുന്നത്. മുത്തഖീങ്ങൾ സ്വാലിയായി ജീവിക്കുന്ന ആളുകൾ, അത്തരം ആളുകൾക്ക് എന്താക്കണം, നമ്മളിവിടെ ഒന്ന് എന്താക്കണം, ഈ കാര്യത്തിൽ ഒന്ന് വിലയിരുത്തണം. അപ്പം നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ, നമ്മുടെ കൈവിലുള്ള പൈസ ഇപ്പം രോഗം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുക, ഒരു വിശ്വാസിയെ സംബന്ധിച്ചുള്ള ഒരു മുഅ്മിനായ മനുഷ്യനെ മനസ്സിലാക്കേണ്ടത്, നമ്മൾക്ക് രോഗം എന്ന് പറയുന്ന അള്ളാഹുവാണ് തരേണ്ടത്. നമ്മളിവിടെ എന്താക്കുന്ന ഈ ആരോഗ്യം ഇൻഷുറൻസ് എടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ മുൻകൂർ ജാമ്യനായിട്ട് എടുക്കുന്നത്, മുൻകൂർ ജാമ്യനായിട്ട്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് രോഗം തന്നാലേ ചികിത്സിക്കാൻ പറഞ്ഞത്. രോഗം തരുന്നതിന് മുമ്പായിട്ട് നമ്മൾ മുൻകൂർ ജാമ്യം എടുക്കണം, നമുക്ക് ആവശ്യമുണ്ടാകും. അള്ളാഹു നമുക്ക് രോഗം തരുമെന്ന് നമ്മെന്തറിഞ്ഞ്, തരുമോ തരില്ലെന്ന് അള്ളാഹല്ലേ തീരുമാനിക്കട്ടെ. അള്ളാഹ് തരും. ഇനി നമ്മളിപ്പം അതേ സമയത്ത് നമ്മുടെ രോഗം നമുക്കൊരു പക്ഷേ ജീവിതത്തിൽ നമുക്കൊന്നും രോഗമില്ല, നമ്മൾ കൊടുത്ത പൈസ എല്ലാം കംപ്ലീറ്റ് നഷ്ടത്തിലാവൂലേ, നമ്മൾ പൈസ കൊടുത്തതെല്ലാം നഷ്ടത്തിലാവൂലേ, പിന്നെ നമ്മളെ പൈസ അല്ല ആ കമ്പനി കിട്ടുന്നതായിരിക്കും കൊണ്ടുപോയില്ലേ, പിന്നെ നമുക്ക് അപ്പോൾ ആ പൈസ നമുക്ക് നഷ്ടമാകും. അപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കത്തക്ക പൈസ. ഇനി നമ്മളിപ്പം അതേ സമയത്ത് ഇനി രോഗം അള്ളാഹു നമുക്ക് തരാനൊന്നും വിചാരിച്ചിട്ടുമില്ല. അങ്ങനത്തെ ഒരു ഏതായാലും മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട്. എനിക്ക് ഞാൻ ഷോക്കേട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് എനിക്ക് രോഗം വരുമെന്ന് മനസ്സിലാക്കിയിട്ട് അതിനുള്ള അവരുടെ അവരുടെ സജ്ജീകരണങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്ന് ഷോക്കേട് കൊടുത്തത്. എന്നാമത്തെ അള്ളാഹ് തീരുമാനിച്ചില്ലെങ്കിലോ. അപ്പം നമുക്ക് അള്ളാഹ് തീരുമാനിച്ചു. അതാണ് പറയുന്നത്, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും കഴിവിൻ്റെ പരമാവധി അത് ഒഴിഞ്ഞിക്കലാണ് ഉത്തമം. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അങ്ങനെയുള്ള വിശ്വാസം തക്കവും വേണം. എന്തുകൊണ്ട് പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനകളും അള്ളാഹുവിനോട് എപ്പോഴും അള്ളാഹുവിനോട് പറഞ്ഞ് പ്രാർത്ഥിച്ച് അപ്പോൾ ഇൻഷാ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തേണ്ട ചെയ്യുന്ന വിശ്വാസവും വേണം, രക്ഷപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇൻഷാ അള്ളാഹ്. അതാണ് നാം ഇവിടെ ഈ കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത്. എനിക്ക് കൂടുതൽ സംസാരം നീട്ടുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവർക്കും പിന്നെ ഇതിൻ്റെ സത്യം മനസ്സിലാക്കാനുള്ള നിലപാട് തരട്ടെയെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം പ്രയാസങ്ങളിൽ ലോക ജനത രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവ് കൊണ്ടും ആഖിറ കൊണ്ടും ഖൈർ വിധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം നിർത്തുന്നു. അസ്സലാമു അലൈക്കും.